നമ്മൾ കഴിച്ച ഐസ്ക്രീമിന് നല്ല രുചി ഉണ്ടായിരുന്നു അല്ലേ? സൂപ്പർ ആണ്. നമുക്ക് ഇനിയും വേണമായിരുന്നു. നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും വേണമായിരുന്നു. ഐസ്ക്രീം കഴിച്ചിട്ട് കൊതി മാറിയിട്ടില്ല. നമ്മൾ ഇവിടെ കൊതിച്ചു നിൽക്കത്തേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്കത് വാങ്ങിച്ചു തരത്തില്ല. അതെ അതെ ശരിയാണ്. മക്കളെ, നിങ്ങൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞോ? ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞല്ലോ അമ്മ. ശരി, എങ്കിൽ വാ നമുക്ക് പോകാല്ലേ? തിരിച്ചു പോകാനായോ? അതെന്താ ഉസ്മാനെ, തിരിച്ചു പോകണ്ടേ? നമുക്ക് കുടിയൊക്കെ ഉള്ളല്ലേ. ഉമ്മച്ചി കാത്തു നിൽക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ വേഗം തിരിച്ചു പോകാൻ തിരക്ക് പിടിക്കാതെ. നമുക്ക് ഇവിടെയൊക്കെ കറങ്ങി തിരിച്ച് കണ്ടിട്ട് പോകാം. ആഹാ, കൊള്ളാലോ ഉസ്മാനെ നിന്റെ ഐഡിയ. നമ്മൾ എത്ര സമയമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? നേരെ സന്ധ്യ ആറായതൊന്നും നീ കാണുന്നില്ലേ? അതെ അതെ, എത്ര സമയമായി നമ്മൾ ആ ഷോപ്പിലൊക്കെ മെനക്കെടുന്നു. നിങ്ങളുടെ സ്കൂൾ ഐറ്റംസ് വാങ്ങുമ്പോഴത്തേക്കേ ഞങ്ങൾ കാണുന്നു. മമ്മി, എന്തായാലും നമ്മൾ വന്നതല്ലേ, പ്ലീസ് മമ്മി, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാം. മക്കളെ, അതിന് മാത്രം ഇവിടെ കറങ്ങി കാണാൻ എന്താണുള്ളത്? കമല പറഞ്ഞത് ശരിയാണ്. ഇവിടേക്ക് കറങ്ങി കാണാൻ മാത്രം എന്താണ് ഇവിടേക്ക് ഉള്ളത്? അതോത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇവിടെ അടുത്ത് ഒരു പാർക്കുണ്ട്, നമുക്ക് അവിടേക്ക് പോയാലോ? ഇപ്പോഴോ? മച്ചിയാ, ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാ പോകേണ്ടത്? പാർക്കിലൊക്കെ വൈകുന്നേരം തന്നെയാ പോകേണ്ടത്. വൈകുന്നേരം പോയാലേ വെയിലിനൊക്കെ ഒരു കുറവുണ്ടാകൂ. ശരിയാണ്, നമുക്ക് പാർക്ക് പോകാം പ്ലീസ്. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ പിള്ളേരെ? മതി മതി, പാർക്കിലൊന്നും ഇപ്പൊ പോകണ്ട. ഇപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അമ്മ പ്ലീസ് അമ്മ, നമുക്ക് പാർക്ക് പോയിട്ട് വീട്ടിലേക്ക് പോകാം. ഇവിടെ അടുത്താണ് ആ പാർക്കുള്ളത്. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഇത്രയും സമയം നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നിങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു തന്നു. ഇനി ഒന്നും വേണ്ട, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. അതെ മക്കളെ, ഇപ്പൊ സമയം ഒരുപാട് വൈകിയില്ലേ, നമുക്ക് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. അടുത്ത ഞായറാഴ്ച നമുക്ക് നോക്കിയിട്ട് എല്ലാവർക്കും കൂടെ നേരത്തെ തന്നെ പാർക്കിലേക്ക് വരാം. അത് ഇജ്ജി പറഞ്ഞ ശരിയാ കമലേ. അതാകുമ്പോ കുട്ടികൾക്കൊക്കെ കുറെ സമയം പാർക്കിൽ നിന്ന് കളിക്കാലോ. വേണ്ട മച്ചേ വേണ്ട, ഞങ്ങൾക്ക് ഇന്ന് തന്നെ പാർക്കിൽ പോണം. അതെന്ത് കുട്ടികൾക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? നിങ്ങളോടല്ലേ പറഞ്ഞത് ഇന്ന് പാർക്കിൽ പോകുന്നില്ല എന്ന്? ഒരു കാര്യം ചെയ്യട്ടെ, ഇവർ 4 പേരും കൂടെ പാർക്കിലേക്ക് പോട്ടെ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. മമ്മി, എന്തുവാ മമ്മി ഇങ്ങനെ? പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ വേണ്ടത്? നിങ്ങളോടല്ലേ ഇപ്പൊ പറഞ്ഞ സമയം ഒരുപാട് വൈകി തിരികെ വീട്ടിലേക്ക് തന്നെ പോകണമെന്ന്? നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന കാര്യം എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നടു റോട്ടിൽ വെച്ച് കാക്കപ്പട പോലെ പൊരുതാൻ നിൽക്കുന്നു. അപ്പത്തിനും ഇപ്പത്തിനും ഒക്കെ ആളുകൾ കാണുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെയും കൂട്ടി ഷോപ്പിങ്ങിന് വന്നത് തന്നെ ഞങ്ങളുടെ തെറ്റി. അതെ അതെ, ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റില്ല. ഇങ്ങനെയും പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികളായി പോയല്ലോ നിങ്ങൾ. വാടി കമലെ, ഇവരോട് സംസാരിച്ച് നിന്നിട്ട് നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഇവർ പാർക്കിലോ ബീച്ചിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ, നമുക്ക് തിരികെ വീട്ടിലേക്ക് തന്നെ പോകാം. അമ്മ, എന്തോന്ന് കമ്മാന്ന്? ആന്റി ദേഷ്യം പിടിക്കണ്ട, ഞങ്ങൾ വരാം നിങ്ങളുടെ കൂടെ തന്നെ. അയ്യോ, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ വന്നാൽ മതി. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ വരുന്നു. ഞങ്ങൾക്ക് പാർക്കിലും പോകണ്ട, ബീച്ചിലും പോകണ്ട, എവിടെയും പോകണ്ട. അതിങ്ങനെ മുഖം കറുപ്പിച്ചിട്ടല്ല പറയേണ്ടത്, മര്യാദയ്ക്ക് പറ. മക്കളെ, സൈനമ്മ നിങ്ങൾക്ക് ഉറപ്പ് തരണോ? നമുക്ക് വരുന്ന ഞായറാഴ്ച എല്ലാവർക്കും കൂടെ പാർക്കിലേക്ക് പോകാം. വേണമെങ്കിൽ അന്ന് ബീച്ചിലും പോകാം. അതെ അതെ, നിങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒരു വെക്കേഷൻ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ കുട്ടികളെ, ടൂർ തന്നെ. നിങ്ങൾക്ക് ഇതൊരു സർപ്രൈസായി വെച്ചതായിരുന്നു ഞങ്ങൾ. സത്യമാണോ അമ്മായി പറയണത്? അതെ മോളെ, സത്യമാണ് പറയണത്. നമ്മളെ അടുത്ത സൺഡേ എല്ലാവരും കൂടെ ടൂർ പോകുന്നുണ്ട്, ഒരു 1 ഡേ ട്രിപ്പ്. ഹായ്, ജോളി ആയിരിക്കും. ജോളിയൊക്കെ തന്നെയായിരിക്കും, പക്ഷേ നിങ്ങളുടെ സ്വഭാവം പോലെ ഉണ്ടാവും ട്രിപ്പിന്റെ കാര്യം. ഹേയ്, ഞങ്ങളൊന്നും കളിക്കില്ല മമ്മി, ഞങ്ങളെ നല്ല കുട്ടികളാണ്. അതിപ്പോ കണ്ടു നല്ല കുട്ടികളുടെ സ്വഭാവം. ഇനി അങ്ങനെ ഉണ്ടാവില്ല മമ്മി. ശരിക്കും നമ്മൾ എവിടേക്കാ ട്രിപ്പ് പോകണത്? അത് കൊള്ളാം, നിങ്ങളല്ലേ ഇപ്പൊ പാർക്ക് പോകണമെന്ന് പറഞ്ഞത്. ഞായറാഴ്ച നമുക്ക് പാർക്കിലും ബീച്ചിലും മോളിലും ഒക്കെ പോകാം. അയ്യേ, വെക്കേഷൻ ട്രിപ്പ് ഇവിടൊക്കെ തന്നെയാണോ പോകുന്നത്? പിന്നെ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയാ പോകേണ്ടത്? വെക്കേഷൻ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോ 2-3 ദിവസത്തേക്കെങ്കിലും പോകണ്ടേ? പിങ്കിമോൾ പറഞ്ഞത് ശരിയാണ്, നമുക്ക് 2-3 ദിവസത്തേക്ക് ട്രിപ്പ് പോകാം. അത് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോകണം. കൊള്ളാലോ കാന്താരി നിന്റെ ഐഡിയ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ടൂർ പോയിട്ടല്ലേ ഉള്ളത്, ഞങ്ങൾ മാത്രമല്ലേ എവിടെയും പോകാത്തത്? മമ്മി മമ്മി പ്ലീസ് മമ്മി, പാപ്പയോട് സമ്മതമാക്ക് മമ്മി. പാപ്പ വിളിക്കുമ്പോ ഞാൻ സമ്മതിപ്പിച്ചോളാം, മമ്മി ഒന്ന് റെഡിയായാൽ മാത്രം മതി. എവിടെ ദൂരേക്കൊക്കെ പോകാനോ? എനിക്കൊന്നും വയ്യ, എനിക്ക് പേടിയാണ്. മമ്മി എന്തിനിങ്ങനെ പേടിക്കണത്? സൈനമ്മയും സുമ ആന്റിയും ഒക്കെ ഇല്ലേ?
കൂട്ടാം. മോളെ, പപ്പ അതിനൊന്നും സമ്മതിക്കത്തില്ല. സമ്മതിക്കും, പപ്പ സമ്മതിക്കും. പപ്പയോട് ഞാൻ സമ്മതിപ്പിച്ചോളാം. മമ്മി ഒന്ന് റെഡിയായ മാത്രം മതി. എടി സുമേ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ പോകുന്നോ? ഉമ്മച്ചി എന്തെങ്കിലേ നമുക്കൊരു കുഴപ്പമില്ല. ഉമ്മച്ചിയും കൂടെ കൂട്ടിയാ മതി. എനിക്ക് സുമേഷേട്ട സമ്മതിക്കുമാവോ? അമ്മ, അച്ഛനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. അമ്മയുടെ സമ്മതം മാത്രം കിട്ടിയാ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ജോലിയായിരിക്കില്ലേ? അതെ അതെ, നല്ല ജോലിയായിരിക്കും. നമ്മൾ 3 പേരും പിന്നെ പിള്ളേരും. അല്ലോ, ഉമ്മച്ചിയെ കൂട്ടാതിരിക്കല്ലേ, ഉമ്മച്ചി ഉണ്ടാകും. എടി, അത് പിന്നെ പ്രത്യേകം പറയണോ? പാത്തുമേലേ നമ്മുടെ ധൈര്യം. ശരിയാണ്, പാത്തുമ്മ കൂടെ ഉണ്ടെങ്കിലേ ഒക്കതിനും ഒരു ധൈര്യം പോലെയാണ്. ഒരാണുങ്ങളുടെ സ്വഭാവമല്ലേ വെറുതെ. അതിജി പറഞ്ഞ നേരടി. ശരി മക്കളെ, എങ്കിൽ നിങ്ങളുടെ പപ്പമാരോട് സമ്മതമാക്കിക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത ഞായറാഴ്ച എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാം. അതും 2 days ട്രിപ്പ്. മതി മതി, അവരുടെ ഒരു സന്തോഷം. നമ്മുടെ സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്താ ഉള്ളത്? എടി, ഇനി കാര്യമായിട്ടൊന്നുമില്ല. അവരുടെ യൂണിഫോം മാത്രമല്ലേ ഉള്ളൂ. അത് അവിടെ തയ്ക്കാൻ കൊടുത്തതല്ലേ? അതെ അതെ, നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സെറ്റ് ആയിരിക്കും. എന്നാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അല്ലേ? ഇനി നമുക്ക് പോകാം. വരും മക്കളെ, ഇനി നമുക്ക് പോകാം. എടി, നമ്മൾ എപ്പോഴാ ടൂർ പോകുന്നതെന്ന് ഫിക്സ് ചെയ്തോ? നമ്മൾ അമ്മമാർ പറഞ്ഞത് വരുന്ന സൺഡേ പോകാമെന്നല്ലേ? അതെ, വരുന്ന സൺഡേ പോകാമെന്നാ പറഞ്ഞത്. ഏടാ ഉസു, നിനക്ക് ഏത് സ്ഥലത്ത് പോകുന്നതാ ഇഷ്ടം? ദീ പിങ്കി മോളെ, നിനക്കെന്താ ചെവി കേൾക്കത്തില്ലേ? അന്റെ ഉസുവിളി എപ്പോഴാ ഒന്ന് നിർത്താ? എപ്പോ നോക്കിയാലും ഉസു പുസു ഉസു പുസു. വെറുപ്പിക്കല്ലേ വെറുപ്പിക്കല്ലേ. ഇജിങ്ങനെ നമ്മൾ അധികം വെറുപ്പിച്ചാലേ അന്റെ കൂടെ നമ്മളെ ടൂറല്ല ഒരു സ്ഥലത്തും വരുന്നില്ല. ഏടാ, ഞാനൊരു ഓളത്തിന് വിളിക്കണതല്ലേ എന്നെ ഉസു എന്ന്. എന്റെ മേലെ നീ അധികം മോളെ സൃഷ്ടിക്കണ്ട. അങ്ങനെ ഒരു ഓളത്തിന് അന്ന് ഞാൻ മങ്കി മങ്കി എന്ന് വിളിച്ചാലോ? അല്ലെങ്കിലേ നാട്ടുകാർക്കൊക്കെ ഇപ്പൊ പറഞ്ഞു നടത്താം. എന്തോന്ന് അനക്ക് നമ്മളോട് ഇഷ്ടാണ് എന്ന്? അയ്യേ, നിന്നോടോ? നിന്റെ മോന്ത കണ്ടാൽ ആർക്കാടാ നിന്നോട് ഇഷ്ടം തോന്നാ? അവന്റെ ഒരു പൊട്ട സോഡാ കണ്ണടയും ബാഗും. ഹോ, നീ പിന്നെ ലോക സുന്ദരിയാണല്ലോ. നിന്റെ മോന്തേമേലുള്ളത് റെയ്ബാന്റെ കണ്ണടയായിരിക്കും അല്ലേ? എന്തായാലും നിന്റെ സോഡാ കണ്ണട പോലത്തെ കണ്ണടയല്ല എന്റെ കണ്ണട. എന്റെ കണ്ണട കാണാനെങ്കിലും ഭംഗിയുണ്ട്. നിന്റെ കണ്ണടയോ ഒരു മാതിരി വയസ്സന്മാർ വെക്കുന്ന പോലത്തെ കണ്ണടയും വെച്ചോണ്ട് അവൻ നടന്നോളൂ. ആരാടാ പറഞ്ഞ നിന്നോട് എനിക്ക് ഇഷ്ടാണെന്ന്? ചോദിച്ചു കേട്ടില്ലേ? നിന്നോടാ പറയാൻ പറഞ്ഞത്. ആരാ പറഞ്ഞതെന്ന്? അത് പിന്നെ കുറെ ആള് പറഞ്ഞിക്ക്. കുറെ ആളെന്ന് വെച്ചാൽ ആരാ പറഞ്ഞത്? അങ്ങനെ പലരും പറഞ്ഞ് നടക്കുന്നുണ്ട്. നീയേ അധികം വിഷയം മാറ്റാനൊന്നും നിൽക്കണ്ട. പറഞ്ഞു പറഞ്ഞ നീ എങ്ങോട്ടേക്കാ പോകുന്നത്? നിന്നോട് നമ്മൾ പറഞ്ഞതേ ഉസുവിളി നിർത്താനാണ്. നിർത്താനേ എനിക്ക് സൗകര്യമില്ല. ഞാൻ ഇനിയും വിളിക്കും ഉസു 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 ഉസു. എടീ പിങ്കി മോളെ, എന്തോ നാളെ കിടന്നലറണത്? ആഹാ, നിനക്ക് ഇത്രക്ക് വാശിയോ? എന്നാ ഞാൻ കാണിച്ചുതരാം. മങ്കി മോളെ മങ്കി മോളെ മങ്കി മോളെ. എടാ ഉസ്മാനെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. നല്ല രസമുണ്ട് നിങ്ങളുടെ തല്ലുപിടി കാണാൻ. ആഹാ, കൊള്ളാലോ. എന്തോ നാടി ചക്ക കൊന്ത്രം പല്ലും കാണിച്ചിങ്ങനെ ഇരിക്കണത്? ഏടാ, നീ എന്തിനാണ് ഞങ്ങളോട് ദേഷ്യം പിടിക്കണത്? എന്ത് പറഞ്ഞാലും ഇരിക്കാൻ നിങ്ങൾ രണ്ടാളുണ്ടാവല്ലോ. ഏടാ നോക്കിയാലോ. ഏടാ ഉസ്മാനെ, നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. നിനക്ക് ദേഷ്യം കാണുമ്പോഴേ ഞങ്ങൾക്ക് ചിരിയാ വരണത്. ചിരിക്കടി, ചിരിക്കി, ഉറക്കെ ചിരിക്കി, ഇനിയും ഉറക്കെ ചിരിക്കി. എന്റെ കൈ എപ്പോഴാ നിങ്ങൾക്ക് മോതക്കിട്ട് കിട്ടാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് ദേഷ്യം പിടിച്ചാലേ ഞാൻ സിംഹമാണ്, സിംഹം. സിംഹോ? അതെടി സിംഹം തന്നെ. നിനക്കത് ഇത്ര പുച്ഛം? നിന്നെ കണ്ടിട്ട് ഒരു എലിയുടെ അത്രയല്ലേ ഉള്ളൂ. ഞമ്മക്കുണ്ടാകെ പെരാന്ത് പിടിക്കണം കേട്ടോ. നമ്മുടെ ഈ ബാഗിലെ മുളക് പൊടിയുണ്ട്. നിങ്ങൾ അധികം എന്നെ കളിയാക്കി ചിരിച്ചാലേ നമ്മൾ ആ മുളക് പൊടി എടുത്തിട്ട് നിങ്ങളൊക്കെ കണ്ണിൽ വിതറും. പറഞ്ഞില്ലാതെ വേണ്ട. അയ്യോ, മുളക് പൊടിയോ? അതെടി, മുളക് പൊടി തന്നെ. നല്ല എരിയണ മുളക് പൊടി. എന്തേ, നമ്മൾ മുളക് പൊടി വിദ്യ പയറ്റണോ? ഏടാ ചതിക്കല്ലേടാ ഉസ്മാനെ, ഞങ്ങൾ തമാശ പറഞ്ഞതല്ലേ. ഞമ്മക്ക് അതൊക്കെ തമാശയായിട്ട് തോന്നിയിട്ടില്ല. ഏടാ ഉസ്മാനെ, സത്യമായിട്ട് തമാശ പറഞ്ഞതാണ്. നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. നമ്മൾ ടൂറിന്റെ കാര്യമല്ലേ ചർച്ച ചെയ്തത്? നമുക്കതിനെ പറ്റി സംസാരിക്കാം. അതെ അതെ, നല്ലൊരു മൂഡ് കളയണ്ട. അങ്ങനെ മര്യാദയ്ക്ക് വാ. ഇപ്രാവശ്യം നമ്മൾ ക്ഷമിച്ചിരിക്കണം.
അധികം കഴിച്ചാലുണ്ടല്ലോ നമ്മളെ മുളക് വിദ്യ പയറ്റും. പറഞ്ഞില്ലാന്ന് വേണ്ട. ശരി, ഇനി ഞങ്ങൾ ഒന്നും പറയത്തില്ല. പണ്ടികൾ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെന്ന് തോന്നുന്നു. ആ ശരി, ഇനി നമുക്ക് ടൂറിനെ പറ്റി ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വന്നത് ഇന്ന് നമ്മൾ എവിടെയാ ടൂർ പോകുന്നതെന്നല്ലേ? ഹലോ, നിങ്ങളെന്താ 3 പേരും ഒന്നും മനങ്ങാത്തത്? അന്തം വിട്ട കുന്തം പോലെ നിൽക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കേ. നമ്മൾ എവിടെയാ ടൂർ പോകുന്നതെന്ന് ഫിക്സ് ചെയ്തോ? ടൂറ് എനിക്കിഷ്ടം ഏതെങ്കിലും പൂളുള്ള സ്ഥലത്ത് പോകാനാണ്. വെള്ളത്തിൽ കളിക്കാനേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. എനിക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം. ഇവിടൊക്കെ ഇപ്പൊ നല്ല ചൂടല്ലേ, അപ്പൊ തണുപ്പുള്ള സ്ഥലത്ത് പോയാലേ കുറച്ച് ആശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തണുത്ത സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നീ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കാരി കുത്തിരിഞ്ഞോടി. അവിടെയാകുമ്പോ ഇഷ്ടംപോലെ തണുപ്പുണ്ടാകും. ഓ, തമാശ തമാശ. അതെന്താ നമ്മൾ തമാശ ആയിട്ടാ മോശാണോ? അനക്കല്ലേ തണുപ്പുള്ള സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞത്. ഫ്രിഡ്ജിന്റെ ഉള്ളിലത്തെ ഫ്രീസറിനേക്കാൾ തണുപ്പ് ഇപ്പൊ എവിടെയും ഇല്ല. ഓ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ മൂന്നാറിലോ പോകാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ വയനാട്ടിലായാലും മതി. അവിടെ നല്ല തണുപ്പല്ലേ. അവിടെയൊക്കെ ഞങ്ങൾക്കും ഇഷ്ടമാണ്. അതൊക്കെ പോട്ടെ, നിനക്ക് എവിടെ പോകാനാണ് ഇഷ്ടം? അത് പിന്നെ എനിക്ക് നിനക്ക് നിനക്ക് എനിക്ക് എനിക്ക് എന്റെ മനസ്സിലെ ഒരു സ്ഥലമുണ്ട്. നമുക്ക് ആടെ പോകാനാണ് ഇഷ്ടം. അതേത് സ്ഥലമാ? അതൊരു സ്ഥലമാ, നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത സ്ഥലമാ. അങ്ങനെ ഒരു സ്ഥലമോ? എവിടെയാണെങ്കിലും പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമുക്ക് അവിടെ പിന്നെ പോകാം. അല്ലടാ, നീ പറയടാ, പറ. എവിടെയാണെങ്കിലും പറ, നമുക്ക് നോക്കാമല്ലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊന്നും എന്തായാലും വരത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അതെവിടെയാ? കുറെ ദൂരെയാണോ? നീ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂരാണോ? അല്ലെങ്കിൽ മൈസൂരാണോ? ഇനി അതുമല്ലെങ്കിൽ ചെന്നൈ, ബോംബെ, ഇവിടെ എവിടെയെങ്കിലും ആണോ? ഏയ്, അവിടെയൊന്നുമല്ല. പിന്നെ പിന്നെ എവിടെയാണ് നീ ഉദ്ദേശിക്കുന്നത്? എവിടെയാണെങ്കിലും പറ, നമുക്ക് നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു ബംഗ്ലാവാണ്. ബംഗ്ലാവോ? അതെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബംഗ്ലാവാണ്. അതേത് ബംഗ്ലാവാടാ? ഒന്ന് തെളിച്ചു പറ. ഇവിടെ നിന്നും 10-60 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വലിയ കൂറ്റൻ ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിന്റെ പേരാണ് ഡൊറോത്തി ബംഗ്ലാവ്. ഡൊറോത്തി ബംഗ്ലാവോ? അതെ, ഡൊറോത്തി ബംഗ്ലാവ്. അതെന്തിനാ അവിടേക്ക് പോകുന്നത്? അവിടെ എന്തോന്നാ കാണാനുള്ളത്? ആ ബംഗ്ലാവിന് എന്തിനാ ഇത്രക്കാരം പ്രത്യേകതയുള്ളത്? അതൊരു പടുകൂറ്റൻ ബംഗ്ലാവാണ്. ആളുകൾ കണ്ടാൽ ഭയപ്പെടുന്ന ബംഗ്ലാവ്. ആ ബംഗ്ലാവിന്റെ ഉള്ളു മുഴുവൻ കൂരിരുട്ടാണ്. അവിടെ പടുകൂറ്റൻ മരങ്ങളുണ്ട്. ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ റൂമുകളുണ്ട്. അതിലുള്ള ഏതോ ഒരു റൂമിലായിരുന്നു പണ്ട് ഡൊറോത്തി മദാമ മരണപ്പെട്ടത്. ഇപ്പോഴും ആ മദാമയുടെ പ്രേതം അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. നമ്മൾ പറയുന്നത് സത്യമാണ്. പണ്ട് ഒരു മദാമയും സായിപ്പും കൂടെ വന്നതാണ് ഇങ്ങോട്ടേക്ക്. അവർക്ക് ആ നാട് ഒരുപാട് ഇഷ്ടായി. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടായി. അതിലെ ആ മദാമക്കായിരുന്നു സായിപ്പിനേക്കാൾ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആ മദാമ സായിപ്പിനോട് പറഞ്ഞതാണത്രേ ആ മദാമക്ക് ഇവിടെ ഒരു വീട് വേണമെന്ന്. എന്നിട്ടോ? ഇപ്പൊ ഇത്ര കേട്ടാ മതി. ബാക്കി കഥ നമ്മൾ നാളെ പറഞ്ഞു തരാം. ഏടാ ഉസ്മാനെ, നീ മുഴുവനായിട്ടും പറ. ബാക്കി എന്താ സംഭവിച്ചത്? അതല്ലേടി പറഞ്ഞത് ബാക്കി നമ്മൾ നാളെ പറഞ്ഞു തരാമെന്ന്. ഡിമാൻഡ് ആക്കാതെന്ന് വേഗം പറയടാ. ഇല്ല, ഇപ്പൊ ഞമ്മക്ക് പറയാനുള്ള മൂഡ് പോയി. ബാക്കി നമ്മൾ നാളെ പറയൂ. ഏടാ ഉസ്മാനെ, നീ ഒന്ന് വേഗം ആ ഡൊറോത്തി ബംഗ്ലാവിന്റെ കഥ പറഞ്ഞതാ. തിരക്ക് കൂട്ടല്ലേ ഇവിടെ, ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. അതെ, ഒരു പടുകൂറ്റൻ ബംഗ്ലാവായിരുന്നു. എടാ ഉസ്മാനെ, നീ ഇന്നലെ തുടങ്ങിയല്ലോ അതൊരു പടുകൂറ്റൻ ബംഗ്ലാവ എന്ന് പറയാൻ. അതിന്റെ ബാക്കി കഥ പറ, അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. പിങ്കിമോളെ, അധികം
ഓവറാക്കല്ലേ. അധികം ഓവറാക്കിയാലേ നമ്മൾ ആ കഥ പറഞ്ഞു തരത്തില്ല. ഓ, നിന്റെ കഥ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും ആ കഥ ഞാൻ നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറഞ്ഞു തരുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടുപേരും? ഏടാ ഉസ്മാനെ, നിന്നോട് മര്യാദയ്ക്ക് ആ കഥ പറഞ്ഞു തരാൻ പറഞ്ഞത്. നമ്മൾ കഥ പറയണെങ്കിലേ ഇവളോട് ആദ്യം ബായി പൂട്ടാൻ പറ. എടി പിങ്കി മോളെ, നീ ഒന്ന് മിണ്ടാതിരിക്കെ, അവൻ ആ കഥ പറയട്ടെ. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല, അവനോട് പറയാൻ പറ. ഞാൻ പറഞ്ഞ ദൊറോത്തി ബംഗ്ലാവില്ലേ, അവിടെ ആ ദൊറോത്തി മദാമയും അവരുടെ ഭർത്താവും കൂടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അവരുടെ കയ്യിൽ ഒരുപാട് കാശുമുണ്ടായിരുന്നു. ആ സായിപ്പും ആ മദാമയും കൂടെ ആ ബംഗ്ലാവ് വാങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരാൾ ആ ബംഗ്ലാവിന് നോട്ടമിട്ടിരുന്നു. അതാരാണ്? ഇജ്ജൊന്നും മിണ്ടാതിരിക്കണ്ട ഇവളെ, നമ്മൾ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതിന്റെ മുന്നേ നീ തോക്കിക്കാരി വെടിവെക്കല്ലേ. ഓ സോറി, നീ പറ. അതൊരു ദുഷ്ട മന്ത്രവാദിനിയായിരുന്നു. അയാൾക്ക് ആ ബംഗ്ലാവ് വേണമായിരുന്നു. പക്ഷേ അയാളുടെ കയ്യിൽ ആ ബംഗ്ലാവ് വാങ്ങിക്കാൻ മാത്രമുള്ള കാശുണ്ടായിരുന്നില്ല. ആ ബംഗ്ലാവ് വാങ്ങിക്കാൻ വരുന്നവരെയൊക്കെ ആ മന്ത്രവാദിനി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു. പക്ഷേ ഈ സായിപ്പിന്റെയും മദാമയുടെയും കയ്യിൽ ഇഷ്ടംമാതിരി പൈസ ഉള്ളത് കൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സായിപ്പും മദാമയും കൂടെ കുറച്ചു കാലം ആ ബംഗ്ലാവിൽ സന്തോഷത്തോടെ താമസിച്ചു. ഒരു ദിവസം ആ സായിപ്പിന് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നു. അയാൾ കുറച്ചു ദിവസത്തേക്ക് അയാളുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ആ ബംഗ്ലാവിൽ ദൊറോത്തി തനിച്ചായി. ഈ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു ആ മന്ത്രവാദി. ഒരു ദിവസം ആ ദൊറോത്തി കാണാതെ മന്ത്രവാദി ആ ബംഗ്ലാവിന്റെ ഉള്ളിലെത്തി. എന്നിട്ടോ ആ ദുഷ്ടനായ മന്ത്രവാദി ആ ദൊറോത്തി അറിയാതെ പുറകിൽ പോയി നിന്ന് ഒരു വാളെടുത്ത് ആ ദൊറോത്തിയുടെ കഴുത്ത് വെട്ടി. എടാ ഉസ്മാനെ, നീ പറഞ്ഞ സത്യമാണോ? അതെടി, നമ്മൾ ഈ പറയുന്ന സത്യമാണ്. ദൊറോത്തിയുടെ കഴുത്ത് വെട്ടിയ ശേഷം ആ ബംഗ്ലാവ് മുഴുവൻ ചോര പടർന്നു. എന്നിട്ട് ഈ മന്ത്രവാദി എന്താ ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക്? ഇല്ല, എന്തോന്നാ ചെയ്തത്? ആ മദാമയെ ഒരു വലിയ പെട്ടി കൊണ്ടുവന്നു ആ പെട്ടിയിലിട്ട് മൂടി. എന്നിട്ട് ആ ബംഗ്ലാവിന്റെ നടുക്ക് ഒരു വലിയ കുഴി കുഴിച്ചു. എന്നിട്ട് ആ പെട്ടിയോടെ ആ മദാമയെ ആ കുഴിയിലിട്ട് മൂടി. ഇതൊന്നും അറിയാതെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ആ സായിപ്പ് തിരിച്ചെത്തി. സായിപ്പ് തിരിച്ചെത്തിയിട്ട് ദൊറോത്തിയെ എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷെ എവിടെയും കണ്ടില്ല. അങ്ങനെ സായിപ്പിനാകെ സങ്കടമായി. ദൊറോത്തി മദാമ ഇല്ലാത്ത ആ ബംഗ്ലാവിൽ സായിപ്പിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ആ സായിപ്പ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ആ ബംഗ്ലാവ് തനിച്ചായി. നിറയെ മുറികളും അവിടെയൊക്കെ ആകെ കൂരിരുട്ടും പരന്നു. ചിലന്തി വല പിടിച്ച് അതൊരു പ്രേത ബംഗ്ലാവായി മാറി. അങ്ങനെ കുറെ കാലം ആ ബംഗ്ലാവ് അടച്ചിട്ടു. ആ ബംഗ്ലാവിൽ പിന്നെ ആരും കയറാതെയായി. അങ്ങനെ ആ ബംഗ്ലാവ് ആരും ഉപയോഗിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഈ മന്ത്രവാദി അവിടെ താമസം തുടങ്ങി. അയാളുടെ ലോകമായി മാറി പിന്നെ അത്. അങ്ങനെ കുറച്ചു കാലം ആ മന്ത്രവാദി അവിടെ തനിച്ച് താമസിക്കാൻ തുടങ്ങി. കുറച്ചു കാലം മാത്രമേ ആ മന്ത്രവാദി അവിടെ താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതെന്താടാ? അത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ മന്ത്രവാദിയെ ആരോ അവിടെ കൊന്നിട്ടിട്ടാണ് കണ്ടത്. അങ്ങനെ ആ ബംഗ്ലാവിനെ കൊണ്ട് ആളുകൾക്കൊക്കെ സംശയമായി തുടങ്ങി. ഈ മന്ത്രവാദിയെ ദൊറോത്തി മദാമയുടെ പ്രേതം കൊന്നെന്നാണ് പറയപ്പെടുന്നത്. അതെ, ദൊറോത്തി മദാമയുടെ പ്രേതം. പിന്നീട് ആ ബംഗ്ലാവിലേക്ക് ആരൊക്കെയോ കയറി ചെന്നു. പക്ഷേ അവരൊക്കെ ആ പ്രേതം കൊന്നു തള്ളി. പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നാ പറയുന്നത്. ഇവനീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ, ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള കഥയാണ്. ആ ദൊറോത്തി ബംഗ്ലാവ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതിലൂടെ ദൊറോത്തിയുടെ പ്രേതം അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആരൊക്കെയോ അവിടെ ദൊറോത്തിയുടെ പ്രേതത്തെ കണ്ടിട്ടുണ്ട്. രാത്രി കാലഘട്ടത്തിൽ അതിന്റെ ഉള്ളിലെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാറുണ്ടത്രേ. പിന്നെ വെള്ള ഉടുപ്പും നീണ്ട മുടിയും വെളുത്ത കണ്ണുമുള്ള ആ ദൊറോത്തിയുടെ പ്രേതം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുമത്രേ. ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ പ്രത്യേക തരം ഒരു ശബ്ദമുണ്ട്. രാത്രിയാകുമ്പോൾ അവിടെ നിന്നും നായി ഓരിയിടും. പക്ഷികളുടെ ചിറകടി ശബ്ദം കേൾക്കാം. പിന്നെ ആരുടെയോ അട്ടഹാസം കേൾക്കാം.
ഉസ്മാനെ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് പേടിയാവുന്നു. അതിടാ, മതി മതി, ഞങ്ങൾക്ക് പേടിയാവുന്നു. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഒരു ദൊറോത്തി ബംഗ്ലാവിന്റെ കഥ? ആ, ഈ കഥയൊക്കെ നമുക്ക് ആദ്യം അറിയാം. ഈ ബംഗ്ലാവ് കാണാൻ പോകണമെന്നാ ഞാൻ പറയുന്നത്. എന്ത്? ഈ ബംഗ്ലാവ് കാണണമെന്നോ? നിനക്കെന്താടാ, ഭ്രാന്ത് പിടിച്ചോ? അതെ, അവിടെ എങ്ങാ നമ്മൾ പോയ നമ്മുടെ പൊടി പോലും ബാക്കി ഉണ്ടാവത്തില്ല. ആ പ്രേത ബംഗ്ലാവിൽ പോയിട്ട് നമ്മൾ എന്തോന്ന് കാണാനാ? ദൊറോത്തിയുടെ പ്രേതത്തെയോ? നിനക്ക് അവിടെ എന്തോന്നാ കാണാനുള്ളത്? നമുക്ക് ഭയങ്കര ധൈര്യ, നമുക്ക് ആ ബംഗ്ലാവ് ഒന്ന് കാണാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. ഭയങ്കര ധൈര്യം തന്നെ. ഇവിടെ നിന്ന് തന്നെ ഒരു പട്ടി ഓരിയിട്ടാൽ നിക്കറിൽ മുള്ളുന്ന നീയാണ് അങ്ങ് ദൊറോത്തി ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നത്. അവനും അവന്റെ ഒരു ദൊറോത്തി ബംഗ്ലാവും. ആ, നിങ്ങൾ വരണില്ലെങ്കിൽ വരണ്ട, നമ്മളെ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. എവിടെ? ആ ബംഗ്ലാവിലേക്കോ? നീ ഒലക്ക പോകും. ഒലക്കയല്ല, ഒരള്. നമ്മൾ പോയിക്കൊള്ളാം. വെറുതെ പുളുവടിക്കല്ലേ എടാ പുളുവടി ഉസ്മാനെ. മര്യാദയ്ക്ക് നമുക്ക് നമ്മുടെ അമ്മമാർ പറഞ്ഞ സ്ഥലത്ത് പോകാൻ ടൂറ്, അല്ലാതെ ഒരു ബംഗ്ലാവിലേക്കും പോകണ്ട. എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് തന്നെ ഞങ്ങളുടെയും അഭിപ്രായം. എടാ ഉസ്മാനെ, നീ ഞങ്ങളുടെ കൂടെ ടൂർ വരുന്നില്ലേ? അതോ നീ ദൊറോത്തി ബംഗ്ലാവ് കാണാനാണോ പോകുന്നത്? അത് പിന്നെ നിങ്ങളുടെ കൂടെ വരാണ്ട് പിന്നെ ഞാൻ എവിടെ പോകാനാ? ഞാനും നിങ്ങളുടെ കൂടെ തന്നെയാ വരുന്നത്. സത്യം പറയടാ ഉസ്മാനെ, നീ പറഞ്ഞതൊക്കെ സത്യമായ കാര്യമാണോ? എടി, ഇതൊക്കെ സത്യം തന്നെയാണ്. എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ കഥയാണ് ഇതൊക്കെ. അവനെ ദൊറോത്തി ബംഗ്ലാവ് കണ്ടിട്ടുണ്ടത്രേ. ഓ, നിന്റെ ഫ്രണ്ട് അല്ലേ? അപ്പൊ നിന്നെ പോലെ തന്നെ പുളുവടിയുള്ള ആരെങ്കിലും ആയിരിക്കും അത്. അതെ അതെ, അല്ലാതെ ഇക്കാലത്ത് എവിടെയാ പ്രേതവും ഭൂതമൊക്കെ ഉള്ളത്? അവനും അവന്റെ ഒരു ദൊറോത്തി പ്രേതവും. ഇനി മേലാൽ ഇങ്ങനത്തെ ഓരോ പുളുവടിയും കൊണ്ട് നീ അത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഞങ്ങളുടെ കൂടെ നിന്നെ കൂട്ടുകൂട്ടില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. വാടി കുഞ്ഞാറ്റെ കുഞ്ഞാവേ, നമുക്ക് നാളത്തെ ടൂറിനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യേണ്ടതല്ലേ? അതെ അതെ, ഇവന്റെ കഥയും കേട്ട് നിന്നാലേ അതൊന്നും നടക്കത്തില്ല. നീ നടക്ക്, അങ്ങോട്ട് മാറി നിക്കടാ. എടാ സായിപ്പേ, നിന്നോടാ പറഞ്ഞത് അങ്ങോട്ട് മാറി നിൽക്കാൻ. അല്ലോ, എടി പിങ്കി മോളെ, കുഞ്ഞാറ്റെ കുഞ്ഞാവേ, എന്നെ കൂട്ടാതെ പോകാതെ, ഞാനും വരുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് വാ. അവിടെ നിന്നാലേ നിന്നെ വല്ല ദൊറോത്തിയും പിടിച്ചു കൊണ്ടുപോകും. അല്ലോ, ദൊറോത്തിയോ? അയ്യോ, പ്രേതം പ്രേതം, അയ്യോ എന്നെ രക്ഷിക്ക്, പ്രേതം പ്രേതം. എടി കുഞ്ഞാവേ, നീ എന്തൊക്കെയാ പറയുന്നത്? ആ, പ്രേതം എന്നെ പിടിച്ചേ. എടി കുഞ്ഞാവേ, ഇത് പ്രേതമല്ല, ഞാനാ. നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ? കണ്ടു കണ്ടു കണ്ടില്ല. എന്തോ നടി ഇത്? നീ എന്താ വല്ല പാട്ടും പാടി കളിക്കുകയാണോ? കണ്ടു കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞേ? അതല്ലടി, ഇവിടെ ഇപ്പോൾ ഒരു പ്രേതം വന്നു. ഞാൻ അതിനെ കണ്ടു, പക്ഷെ പിന്നെ അതിനെ എവിടെയും കണ്ടില്ല. പ്രേതമല്ല ഉള്ളത്, ഭൂതമാ. അവൾ ഉറക്കത്തോരോ സ്വപ്നം കണ്ടിട്ട് പിച്ചും പൈയും പറഞ്ഞ് നടക്കുന്നു, വെറുതെ ബാക്കിയുള്ളവരുടെ ഉറക്കം കൂടെ ഇല്ലാതാക്കാൻ. അതല്ലടി, സത്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രേതത്തെ കണ്ടതുപോലെ തോന്നി. ദൊറോത്തി മദാമിയുടെ പ്രേതമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓ, അപ്പൊ അതാണ് കാര്യമല്ലേ? നീ ആ ഉസ്മാൻ പറഞ്ഞ കഥയെ വിശ്വസിച്ചിട്ട് അത് ആലോചിച്ചിട്ട് കിടന്നിട്ടാ? അതല്ല കുഞ്ഞാറ്റെ, ദൊറോത്തിയുടെ പ്രേതം എന്റെ രക്തം കുടിക്കാൻ ഇവിടെ വന്നതുപോലെ എനിക്ക് തോന്നി. സത്യമായിട്ടും അതെന്റെ രക്തം കുടിക്കാൻ വന്നത് തന്നെയാ. എന്നിട്ട് എന്റെ നീ അതിന് രക്തം കൊടുക്കാതിരുന്നത്? നിനക്ക് കുറച്ച് രക്തം കൊടുക്കാമായിരുന്നോ? നിന്റെ കഴുത്തിലും കാതിലും ഒക്കെ ഇഷ്ടം പോലെ രക്തമില്ലേ? കുറച്ച് അതിന്റെ ദാഹം മറ നിനക്ക് കൊടുത്തുകൂടായിരുന്നോ? കുഞ്ഞാറ്റെ, നീ എന്തൊക്കെയാ പറയണത്? ഞാനാണ് എന്തൊക്കെയാ പറയണത്? നീ അല്ലേ പിച്ചും പയ്യും പറയണത്? അവിടെ പ്രേതത്തെ കണ്ടുപോലും, പ്രേതത്തെ. അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉസ്മാൻ ഇട്ട രണ്ട് തല്ല് കൊള്ളേണ്ടത്. അവനും അവന്റെ ഒരു ദൊറോത്തി മദാമയും. മര്യാദയ്ക്ക് നിന്നോട് കിടന്നുറങ്ങാൻ പറഞ്ഞത്. നാളെ നമുക്ക് ട്രിപ്പ് പോകേണ്ടതല്ലേ? അമ്മ പറഞ്ഞില്ലേ രാവിലെ എഴുന്നേൽക്കണമെന്ന്? നമ്മുടെ പാക്കിംഗ് ഒന്നും അതും കഴിഞ്ഞിട്ടില്ല. നല്ലതുപോലെ ഉറങ്ങിയാൽ മാത്രമേ ട്രിപ്പിനൊക്കെ ഒരു സുഖമുണ്ടാകൂ. നിന്നോടാ പറഞ്ഞത് കിടന്നുറങ്ങാൻ. ഏടി കുഞ്ഞാറ്റെ, എന്നാൽ നീ എന്റെ കൂടെ കിടക്കുമോ? ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. നിന്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ എവിടെയാ കിടക്കുന്നത്? വേണമെങ്കിൽ വന്ന് കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ആഹാ, അത് ശരി. അമ്മയുടെ ഇന്ന് ട്രിപ്പിന്റെ കാര്യം മറന്നുപോയോ? ട്രിപ്പ് പോകണ്ടേ നമുക്ക്? അമ്മ ഇതുവരെ പോകാൻ റെഡിയായില്ലല്ലോ. അയ്യോ, കൊച്ചമ്പ്രാട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എന്നോട് റെഡിയായിട്ടെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? പോകുമ്പോൾ എടുക്കേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ? അതൊക്കെ അമ്മയല്ലേ പാക്ക് ചെയ്യേണ്ടത്?
പണിയും കൂടെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കും എന്നെ സഹായിച്ചാൽ എന്താ? നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ പാക്ക് ചെയ്ത് വെച്ചുകൂടെ? അമ്മ, അതൊക്കെ ഞങ്ങൾ എപ്പോഴേ പാക്ക് ചെയ്ത് വെച്ചു. കമലാന്റിയോ സൈനമ്മയോ ഒക്കെ റെഡി ആയിട്ടുണ്ടാകും. ഈ അമ്മ മാത്രം ഇവിടെ നിന്ന് ആലോചിച്ച് കുത്തിരിക്കുക. ഓ, ട്രിപ്പ് പോകുന്നെന്ന് പറഞ്ഞപ്പോ രണ്ടുപേർക്കും എന്താ ആവേശം? നിങ്ങളുടെ ഈ ഒരു ആവേശമൊന്നും സ്കൂളിലേക്ക് പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴൊന്നും കാണുന്നില്ലല്ലോ. അമ്മ, സ്കൂളിൽ നിന്നും പറഞ്ഞ് ഇപ്പൊ വെറുപ്പിക്കല്ലേ? ആ മതി മതി, എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കണത്. നിങ്ങളുടെ കുളിയും കൂടെ കഴിഞ്ഞാ മതി. നമ്മൾ എവിടേക്കാ പോകുന്നെന്ന് തീരുമാനിച്ചമ്മ? കുറെയൊക്കെ തീരുമാനിച്ചു. എവിടേക്കാ? നമ്മളെ മൂന്നാറിലേക്കാണ് പോകുന്നത്. മുന്നാറിലേക്കോ? അവിടെ പോളി സ്ഥലമല്ലേ? യാ, ജോളി. എടി കുഞ്ഞാറ്റേ കുഞ്ഞാവേ, നിങ്ങൾക്ക് കാര്യം അറിയോ? നമ്മൾ എവിടെയാ ട്രിപ്പ് പോകുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ. നമ്മളെ മുന്നാറിലേക്കാണ് പോകുന്നത്. അതെ, ഈ മുന്നാറ് സൂപ്പർ സ്ഥലമല്ലേ? സൂപ്പർ സ്ഥലമല്ലേന്നോ? പൊള്ളി സ്ഥലമാണ് അവിടെ. ഇജ്ജ് കാണേണ്ടത് ഇവിടെ അവിടൊക്കെ അതിമനോഹരമായ സ്ഥലമാണ് അവിടെ. അതിന് നീ ഇതിനു മുമ്പ് അവിടെ കണ്ടിട്ടുണ്ടോ? അത് പിന്നെ അതില്ല. പിന്നെ അത് അതിമനോഹരമായ സ്ഥലമാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഒരു പിങ്കി മോളെ, കഥയിൽ ചോദ്യമില്ല, അല്ലെങ്കിൽ നിനക്ക് ചോദ്യങ്ങൾ കുറച്ച് കൂടുതലാണ്. അത് അതിമനോഹരമായ സ്ഥലമാണെന്ന് എനിക്കറിയാം. മക്കളെ, കമലേ സൈന്യൊക്കെ പോകാൻ റെഡിയായോ? മമ്മി പോകാൻ റെഡിയായല്ലോ സുമേന്റി. മമ്മിയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെ ഉമ്മച്ചിയുടെ ഒരുക്കം കഴിഞ്ഞു. അതെന്താ പാത്തുമ്മ വരുന്നില്ലേ? ബെല്ലിമ്മയുടെ ഒരുക്കം എപ്പോഴേ കഴിഞ്ഞു. കണ്ടോ അമ്മ, ഇവരുടെ ഒക്കെ ഒരുക്കം കഴിഞ്ഞു. അമ്മ ഇവിടെ നിന്ന് എന്തോന്ന് ആലോചിക്കുക? ഒന്ന് വേഗം പോയി റെഡിയാവമ്മ. ഓ ശരി മക്കളെ, നിങ്ങളും പോയി വേഗം റെഡിയായിക്കോ. നമുക്ക് പോകാനുള്ള വണ്ടിയെ 3 മണിക്ക് വരും. അപ്പോഴത്തേക്കും എല്ലാവരും പോയി സുന്ദരി കുട്ടികളായിട്ട് വാ. നമുക്ക് 2 ദിവസം അടിച്ചു പൊളിക്കാന്നേ. ഓക്കെ സുമേന്റി. എനിക്ക് മൂന്നാറെന്ന് കേൾക്കുമ്പോൾ ശരീരമൊക്കെ തണുക്കുന്നു. അവിടെയൊക്കെ ഇപ്പൊ നല്ല തണുപ്പായിരിക്കും. നമ്മളടുത്ത് ഒരു കൂട്ടം സെറ്റ് ഉണ്ട്, നമ്മൾ അത് എടുക്കും പോകുമ്പോ. ഓ, നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട് സെറ്റ്. വലിയ കാര്യായിപ്പോയി. ഇതൊന്ന് പോരണ്ടി ഇവിടെ എവിടുന്ന്? നീ എന്തിനാണ് ഉസ്മാനെ എപ്പം നോക്കിയാലും എന്നോട് ഇങ്ങനെ തല്ലി പിടിക്കണത്? എന്റെ മോന്റെ കാണുമ്പോഴേ തല്ലി പിടിക്കാനല്ല തോന്നുന്നത്, ഒരു തല്ലങ്ങോട് തരാനാ. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരുടെയും വഴക്ക്? നിങ്ങളോടാ മര്യാദയ്ക്ക് പോയിട്ട് റെഡിയാവാൻ പറഞ്ഞത്. ഞമ്മള് പോന്നാ റെഡിയാവാൻ. എടാ ഉസ്മാനെ പോകല്ലേ, ഞാനും വരുന്നുണ്ട്. നീ എന്തിനാടി അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞത്? ഇതൊക്കെ എന്റെ ഒരു ട്രിക്ക് അല്ലേ, എങ്കിലേ അവര് പോയിട്ട് വേഗം റെഡിയാവത്തുള്ളൂ. ഹോ, അതാണോ? വാടി കുഞ്ഞാവേ, നമുക്കും പോയി റെഡിയാവാം.